സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ചെറുതായിട്ട് ധാരണ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിക്കോട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇതൊക്കെ അല്ലേ അടുക്കാറായിട്ടുള്ളത്. അപ്പം നമ്മളെ മക്കൾക്ക് സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ ഏതൊരു അമ്മമാർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നോമ്പ് മുറിയും നിസ്കാരവും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ടിങ്ങിലേക്ക് പോയിട്ടുണ്ടായത് കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഒരു പുഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തണുക്കാത്തത് മൂലം ആദ്യം കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ച് അതും കൂടി കഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്കും കട്ടിങ്ങിലേക്കും പോവാന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഫുഡിന്റെ കാര്യം എവിടെ അവതരിപ്പിച്ചോ അവിടെ ഫ്ലോപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മളിത് മിൽക്കി മേഡും ചൈന ഗ്രാസിലും മിക്സ് ചെയ്തതിന് ശേഷം പാലെല്ലാം ഒരു തരി 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 പോലെ ആയിട്ടുണ്ടായിന്. അതെന്താന്ന് എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. പിന്നെ വീട്ടിൽ വിളിച്ചപ്പോ അത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം സെറ്റാക്കി മതി എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായത് കേട്ടാ. നെക്സ്റ്റ് നമുക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. അപ്പൊ ഇതിനായിട്ട് നമ്മൾ കോട്ടൺ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ബ്ലൗസിന്റെ ലെങ്ത് എത്രയാണോ അത് മാർക്കിംഗ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിപ്പോ ഈ ക്ലോത്ത് നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുന്നേ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായ ഒരു കോട്ടൺ ലൈനിങ്ങിന്റെ ഒരു ബാക്കിയാണ് കേട്ടോ. ലെങ്ത് വന്നിട്ടുണ്ടായത് 10 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയതിന് ശേഷം താഴിലും മേളിലേക്കും ഷോൾഡറിലും താഴത്തെ ഫോൾഡിങ്ങിനും കൂടി 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് 11 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ടായത് കേട്ടാ. പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഷോൾഡർ 5 ഇഞ്ച്. അത് ഇതേപോലെ മാർക്കിംഗ് ചെയ്തതിന് ശേഷം ലെങ്ത് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 5.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ചെസ്റ്റ് വന്നിട്ടുണ്ടായത് 21. അതിനെ 4/1 ഭാഗമാക്കി എടുത്തതിന് ശേഷം 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ജസ്റ്റ് കൂട്ടിയിട്ട് ഇതേപോലെ മാർക്കിംഗ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ഭാഗത്തും നമ്മൾ എത്രയാണോ കിട്ടിയിട്ടുണ്ടായത് അതിന് ഇതേപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ടാപ്പ് ഇതേപോലെ 4 ഫോൾഡ് ആക്കിയ ശേഷം കിട്ടുന്ന ആ ഒരു സംഖ്യയിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് കൂട്ടിയാൽ മതി കേട്ടോ. നോർമലി നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയാൽ തന്നെ മെഷർമെന്റിലും ഫിറ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ എന്തായാലും ഒരു 3/4 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇതേപോലെ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഷോൾഡറിന്റെ സ്ലോപ്പ് 1/2 ഇഞ്ച് ഇതേപോലെ കൊടുക്കുക. നെക്കിന്റെ വിടുത്ത് 2.25, അതേപോലെ തന്നെ 2.25 താഴോട്ടേക്ക് ലെങ്ത്തും കൊടുത്ത് ഇതേപോലെ കർവ് ഷേപ്പിലൊന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആം ഹോളിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് അത് കറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. ഈ ആം ഹോളിന്റെ ലെങ്ത് സെന്റർ ഭാഗത്ത് ഇതേപോലെ മാർക്കിംഗ് ചെയ്തതിനു ശേഷം ഉള്ളിലും പുറത്തേക്കായിട്ട് 1/4 ഇഞ്ച് മാർക്കിംഗ് ചെയ്തതിനു ശേഷം ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് വരക്കേണ്ടത്. ഇതിപ്പോ എന്റെ മേലിലുണ്ടായത് കൊണ്ട് ജസ്റ്റ് ഞാൻ കട്ടിങ് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന രീതിയിൽ വീണ്ടും പോകാൻ നിന്നിട്ടുണ്ടായിട്ടില്ല കേട്ടാ. എന്നിട്ടാവുമ്പോൾ നമ്മൾ ആം ഹോളിന്റെ റൗണ്ട് എത്രയാണോ കിട്ടിയിട്ടുണ്ടായത് അത് കറക്റ്റ് ഒന്ന് മെഷർമെന്റ് ചെയ്തതിന് ശേഷം മാത്രം കട്ടിങ് ചെയ്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ മൊത്തത്തിൽ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. കുറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കത് കൂട്ടിയിട്ട് കട്ട് ചെയ്യാം. കൂടിപ്പോയാൽ നമ്മൾ ആ ഒരു ചെസ്റ്റ് ഭാഗത്ത് ഒരു വല്ലാത്തൊരു ലൂസായിട്ട് കിടക്കും കേട്ടോ. ഇതിൽ രണ്ടും മാർക്കിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലെ ആം ഹോളും ഫ്രണ്ടിലെ ആം ഹോളും. അപ്പൊ ബാക്കിലെ ആം ഹോളിന്റെ മെഷർമെന്റിലാണ് ഞാനിപ്പോ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായത് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ബാക്കിൽ ഒരു പീസ് എടുത്തിട്ട് 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ബാക്കിൽ ഹൂക്ക് വെച്ചിട്ടാണ് ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു മെഷർമെന്റിൽ തന്നെ നമ്മൾ ബാക്കിലെ ലൈനിങ്ങും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആം ഹോൾ കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റണം. 3 ഇയേഴ്സ് ബേബിന്റെ മെഷർമെന്റിലാണ് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തിട്ട് മാറ്റുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ബാക്കിലെ ലെങ്ത്, അതായത് ബാക്ക് നെക്കിന്റെ ലെങ്ത് എടുത്തിട്ടുണ്ടായത് 4 ഇഞ്ചാണ്. അത് വിടുത്തെല്ലാം ഒരുപോലെ തന്നെയാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ. 2.25 തന്നെയാണ് എന്താ പറയാ 2.25 അത്രേ എടുക്കണ്ടു. അതിൽ കൂടുതൽ വിടുത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ ഇറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ലെങ്ത് ഇതേപോലെ എടുത്തതിന് ശേഷം ഒരു വി ഷേപ്പിലാണ് ബാക്കിലെ നെക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ ലാസ്റ്റ് ആണ് ഈ ഒരു നമ്മൾ ഫ്രണ്ട് ആം ഹോളിന്റെ ഈ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ലേ, അത് ലാസ്റ്റ് ആണ് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മളെ ക്രൈപ്പ് ലൈനിങ്ങും കൂടി യൂസ് ചെയ്യാനുണ്ട്. ഈ ഒരു ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ക്രൈപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ മാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുക. നിങ്ങളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഏത് മെറ്റീരിയൽ ആണോ എടുക്കുന്നത് അതിന് കോട്ടൺ മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രൈപ്പ് ലൈനിങ് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ എന്താ പറയാ നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന വർക്കല്ലേ, അപ്പോൾ കസ്റ്റമർക്ക് നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ അത്രയും പെർഫെക്ഷൻ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാറുള്ളത്. അപ്പം സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്താൽ ഇതുവരെയും എന്താ പറയുക മോശമായിട്ട് ഒരാളും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, മാഷാ അല്ലാ. അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ക്രൈപ്പ് ലൈനിങ്ങിലും നമ്മളെ ഈ കോട്ടൺ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇത് നമ്മൾ
ബോഡി പാർട്ടിൽ കുറച്ച് വർക്കും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഫൈനൽ റിസൾട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ എന്തായാലും ഉൾപ്പെടുത്തിട്ടോ. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് സ്കേർട്ടിന്റെ ലൈനിങ് കട്ടിംഗ് ആണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിക്ക് 2 മീറ്റർ ക്രൈപ്പ് ലൈനിങ് എടുത്തതിന് ശേഷം ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കോർണായിട്ട് മടക്കി വെക്കുക കേട്ടോ. കോണായിട്ട് മടക്കി വെക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ ആ ഒരു സെന്റർ ഭാഗത്ത് ഒരു ചുളിവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പി വരുത്തിയ ശേഷം നമുക്ക് മാർക്കിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇതേപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഈ എന്റെ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഫുള്ള് ഫോൾഡായ ഒരു ഭാഗമാണ് വന്നിട്ടുണ്ടായത്. അപ്പുറം അതായത് ഈ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടായത് ഇത് ഓപ്പണുള്ള ഭാഗം. അപ്പം നമ്മൾ സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് താഴ്ന്ന് ഇതേപോലെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. ലെങ്ത് ആ ലെങ്ത് ഇതേപോലെ മാർക്ക് ചെയ്തതിനു ശേഷം ആ ലെങ്ത്തിലേക്ക് ആ കോർണർ ഭാഗത്ത് നിന്ന് ഈ ലെങ്ത്തിലേക്ക് എത്രയാണോ വരുന്നത് അത് ഇതേപോലെ നമ്മൾ ഇപ്പൊ 15 വന്നിട്ടുണ്ടെങ്കിൽ അത് 15 15 15 വെച്ച് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് മാറ്റുക. എന്നിട്ടാകുമ്പം ആ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടുന്ന് നമ്മൾ സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ ഉള്ളത് അത് ഇതേപോലെ 22 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് ഇതേപോലെ തന്നെ എന്താ പറയാ 1 ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസും കൂടി കൂട്ടിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോർണർ ഭാഗത്ത് നിന്ന് ഇതേപോലെ നമുക്ക് പിടിച്ചിട്ട് നമ്മൾ ലെങ്ത് എത്രയാണോ കിട്ടുന്നത് അതായത് നമ്മൾ ആദ്യം ഒന്നുമില്ല പറഞ്ഞു വന്ന് ചിരി വന്നു സോറി. അപ്പൊ നമ്മൾ അതെല്ലാം മാർക്ക് ചെയ്തതിനു ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. പിന്നെ അംബ്രല കട്ട് സ്കേർട്ടിനും അതായത് ചുരിദാർ എല്ലാത്തിനും കുറച്ച് ട്രിക്കും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ലെവലായിട്ട് കറക്റ്റായിട്ട് നമുക്ക് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് തൂങ്ങിയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കുറച്ച് ട്രിക്കും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ ലൈനിങ്ങും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ പാർട്ടായിട്ടുള്ള ഈ ഒരു ഓർഗാൻസ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനു വേണ്ടിക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായ മീറ്റർ ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം നല്ല ഫ്ലെയർ ആയിട്ടാണ് കസ്റ്റമർക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നല്ല ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുണ്ടായത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 മീറ്ററോ അല്ലെങ്കിൽ മിനിമം ഒരു 3 മീറ്റർ വെച്ചിട്ടെങ്കിലും ചെയ്താൽ മതി കേട്ടോ. കാരണം എന്തായാല് സ്റ്റിച്ചിങ് പഠിച്ചവരാണെങ്കിൽ കുറച്ച് ക്ലോത്ത് കൂടുതൽ യൂസ് ചെയ്തിട്ട് അത് കൊളായി പോയെങ്കിൽ എന്നെ പറയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് മാത്രം നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലെയർ വേണോ അത്രത്തോളം മീറ്റർ കൂട്ടിയെടുത്തതിന്റെ നിങ്ങൾ ഇതേപോലെ 2 ഫോൾഡ് ആദ്യം ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. അപ്പം നമുക്ക് 4 ഫോൾഡ് ഇതേപോലെ കിട്ടും ക്ലോത്ത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ക്ലോത്ത് എത്രയോ കൂട്ടുന്നോ അത് ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ മീറ്ററിൽ യാതൊരു വാല്യൂ ഇവിടെ വരുന്നില്ല. ഫ്ലെയർ കിട്ടണമെങ്കിൽ നിങ്ങൾ മീറ്റർ കൂട്ടി എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇതേപോലെ നമ്മൾ ഫോൾഡിങ് ചെയ്തതിന് ശേഷം എല്ലാ സൈഡും നമ്മൾ ഉൾഭാഗത്ത് ക്ലോത്ത് എന്തെങ്കിലും കുടുങ്ങിപ്പോയിനോ അതെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കോർണർ ആയിട്ട് മടക്കുക. അപ്പം നമ്മൾ ലൈനിങ്ങിൽ എങ്ങനെയാണോ മാർക്കിംഗ് ചെയ്തിട്ടുണ്ടായത് അതുപോലെ താഴ്ന്ന് നമ്മൾ എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അത് ഇതേപോലെ ലെങ്ത് മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ലെങ്ത് കോർണർ തന്നെയല്ലേ പറയല്ലേ അല്ലേ, അവിടുന്ന് ഇതേപോലെ നമ്മളെ ലെങ്ത് ഇതേപോലെ മാർക്കിംഗ് ചെയ്തിട്ട് ഒരു കർവ് ഷേപ്പ് വരക്കുക. ഓക്കെ, എന്നിട്ട് ആ കർവ് ഷേപ്പ് വരച്ചെടുത്തുനിന്ന് നമുക്ക് സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ ഉണ്ടായത് അത് ഇതേപോലെ 22 ഇതേപോലെ ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. ഇത് മടക്കണം എന്ന് വല്ല നിർബന്ധമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായില്ലേ അതിന്റെ കോർണർ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ മാർക്കിംഗ് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് സ്കേർട്ടിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ആ കോർണർ ഭാഗത്ത് ടാപ്പ് വെച്ചിട്ട് നമ്മൾ സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് ഇതേപോലെ തന്നെ ഓരോന്നായിട്ട് വെച്ചിട്ട് നമ്മൾ മാർക്കിംഗ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മടിക്കണ്ട കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്ലെയർ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ കട്ടിങ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും പറയൂ കേട്ടോ. സ്റ്റിച്ചിങ്ങിനോട് ചെറുതായിട്ട് പാഷൻ ഉള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കിയോട്ടോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.